നമസ്കാരം. വലിയ സിനിമയായതിനാൽ ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് ശമ്പളമേ കൊടുക്കാവൂ എന്ന പുതിയൊരു തിയറിയും ബാദുഷ ന്യായീകരണത്തിനായി പറയുന്നു. ഹരീഷ് കണാറിൻ്റെ 50 ദിവസം വേണം ഈ സിനിമയ്ക്ക്. 5 ലക്ഷം രൂപ മാത്രമേ ശമ്പളം തരാൻ ആവൂ എന്ന് ബാദുഷ പറഞ്ഞത്രേ. അതായത് ഒരു ദിവസം 10,000 രൂപ, 15 ലക്ഷമെങ്കിലും തരണമെന്ന് കണാരൻ വാശി പിടിച്ചത്രേ. ഒരു ദിവസം 30,000 രൂപ വെച്ച് വേണമെന്ന് കണാരൻ വാശി പിടിച്ചുകൊണ്ടാണ് ഒഴിവാക്കിയെന്നാണ് ബാദുഷ പറയുന്നത്. തിരുവനന്തപുരത്തെ ഒരു നടൻ നായകനായിരുന്നപ്പോൾ 75,000 ആയിരുന്നു പ്രതിഫലം, നായക വേഷം ചെയ്തിരുന്ന കാലത്ത്. ഇപ്പോൾ അച്ഛൻ വേഷത്തിന് ഒരു ദിവസത്തേക്ക് 1 ലക്ഷം വാങ്ങി മര്യാദയ്ക്ക് അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. ഈ നടനെ ഡോക്ടർ ബാദുഷ എന്താ പറയുക, കാര്യങ്ങളൊക്കെ സംസാരിച്ച് 1 വർഷം ഫുള്ളായി ബുക്ക് ചെയ്യുമത്രേ. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നടനെ വിളിച്ചാൽ ഡേറ്റ് അത്രയും ബൾക്കായിട്ട് ഞാൻ ബാദുഷ ഡോക്ടർക്ക് കൊടുത്തു, അദ്ദേഹത്തിൻ്റെ കൈവശമാണ് എന്ന് പറയും. ബാദുഷ സാറിനെ വിളിച്ചാൽ ഡേറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം, എനിക്ക് വേണ്ടതാണ്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം എന്ന് പറയും. പക്ഷേ ഒരു ദിവസത്തേക്ക് 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നടന് 1 ലക്ഷം വാങ്ങിച്ചിരുന്ന നടന് 1.5 ലക്ഷം കൊടുക്കുമ്പോൾ അങ്ങേര് ഹാപ്പി. 50,000 ഒരു ഇതുമില്ലാതെ, ഒരു കഷ്ടപ്പാടും ഇല്ലാതെ കൂടുതൽ കിട്ടല്ലേ. ബാക്കി നോക്കുകൂലിയായി എടുക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇതിൽ എത്ര സത്യമുണ്ട് എത്ര തെറ്റുണ്ടെന്ന് എനിക്കറിയില്ല. 30 ദിവസം വാങ്ങിച്ചാൽ 1.5 ലക്ഷം രൂപ വെച്ച് ആ നടന് 45 ലക്ഷം രൂപ കിട്ടും ശമ്പളം. ഒരു സിനിമയിലെ നായകനായിരുന്നപ്പോൾ 75,000 വാങ്ങിച്ചിരുന്ന ആളാണ്. അപ്പോൾ 45 ലക്ഷം രൂപ നായകന് കിട്ടുമ്പോൾ ബാദുഷ സാറിന് എത്ര കിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നേരിട്ട് അനുഭവിച്ച ഒരു നിർമ്മാതാവ് എന്നോട് പറഞ്ഞതാണിത്. സംവിധായകനും കൂടെ ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചോട്ടെ എന്ന് ഞാൻ പറയും. കാരണം അയാളെ അങ്ങ് ഒഴിവാക്കിയാൽ പോരെ. 45 ലക്ഷം കൊടുക്കാൻ ഇല്ലാത്തവർ അയാളെ വയ്ക്കണ്ട, അത്ര തന്നെ. ഹരീഷ് കണാറിന് ദിവസം 10,000 രൂപ എന്നത് അനീതിയായിപ്പോയി ബാദുഷ ഡോക്ടറെ എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ സീരിയലിൽ ഹരീഷ് കണാരൻ അഭിനയിക്കാൻ പോയാൽ ഏറ്റവും ചുരുങ്ങിയത് 10-25,000 രൂപ, 15,000 രൂപ മുതൽ 25,000 രൂപ വരെ കിട്ടാനുള്ള മാർക്കറ്റ് വാല്യൂ അയാൾക്കുണ്ട്. ബാദുഷയും സംവിധായകനും തിരക്കഥാകൃത്തും ക്യാമറാമാനും എഡിറ്ററുമൊക്കെ ഈ പറഞ്ഞ സിനിമയ്ക്കായി 10% ശമ്പളമേ വാങ്ങിച്ചുള്ളൂ എന്ന് നെഞ്ചി കൈവച്ച് പറയുമോ? ആർട്ടിസ്റ്റുകളോട് മാത്രമല്ലല്ലോ, ടെക്നീഷ്യന്മാരിൽ നിന്നും കുറച്ച് കാണുമല്ലോ. ബാദുഷ പറയുമോ ഞാൻ വാങ്ങിച്ചിരുന്ന പ്രതിഫലത്തിൻ്റെ 10% ഞാൻ വാങ്ങിച്ചുള്ളൂ ഈ പറയുന്ന ടൊവിനോയുടെ പടത്തിനെന്ന് പറയുമോ? അതൊക്കെ എന്താ പറയുക, കണാറിനെ ഒഴിവാക്കാൻ പറയുന്നതല്ലേ. ടൊവിനോ തന്നെ നിങ്ങളെന്താ അഭിനയിക്കാൻ വരാഞ്ഞതെന്ന് ചോദിച്ചു എന്നാണ് ഹരീഷ് പറയുന്നത്. ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ വരുമെന്ന്, നിങ്ങളെന്താ വരാത്തേ എന്ന് ടൊവിനോ തന്നെ ചോദിച്ചു എന്ന് പറയുന്നു. പണം വാങ്ങുന്ന സമയത്തും തിരിച്ച് ചോദിക്കുന്ന ഘട്ടത്തിലും ശമ്പളമായി കരുതണമെന്നാണ് ബാദുഷ പറയുന്നത്. ബാദുഷ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് കണാരൻ പറയുന്നത്. നിങ്ങൾ നീ 20 ലക്ഷം വാങ്ങുന്നെങ്കിലേ കുറച്ച് പൈസ ഞാൻ തിരിച്ചു തരും അപ്പോഴപ്പോഴായിട്ട്, ബാക്കി ഞാൻ എൻ്റെ ശമ്പളത്തിൽ കൂട്ടുമെന്ന് ബാദുഷ പറഞ്ഞിട്ടില്ല എന്ന് ഹരീഷ് പറയുന്നു. എൻ്റെ ശമ്പളമായി ഒരു 20 ലക്ഷം ഇനി തായെന്ന് പറഞ്ഞാൽ നേർബുദ്ധിയുള്ള ഒരാളും കൊടുക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കണം കടമാറ്റ് വാങ്ങിച്ചിട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ അത് ശമ്പളമായിട്ട് കൂട്ടിക്കള്ളം പറയണത്. വീട് പണിയുന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടപ്പോഴാണ് പണം തിരികെ ചോദിച്ചത് എന്നാണ് ഹരീഷ് കണാരൻ പറയുന്നത്. അതിനുശേഷമാണ് ARMലെ വേഷം നഷ്ടമായത്. മാത്രമല്ല ശമ്പളക്കാര്യം സംസാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്നാണ് ഹരീഷ് പറയുന്നത്. പണം കടം വാങ്ങിയത് ബാങ്ക് വഴിയാണ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കണാരനും എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഇഷ്യൂ എന്നാൽ കാണിക്കാം. 72 സിനിമയുടെ കഥ 72 സിനിമയുടെ കഥ പറയാം. ഓരോ സിനിമയും ശമ്പളം പറ്റിയിട്ടാണല്ലോ കൺട്രോളറും മറ്റ് ശിഷ്യന്മാരും വർക്ക് ചെയ്തത്. അല്ല ഓസിനല്ലല്ലോ ഒരു സിനിമ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ കണാരൻ ശമ്പളം കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരോട് ഹരീഷിനെ വിളിക്ക് എന്ന് സംവിധായകനോ നിർമ്മാതാവോ പറഞ്ഞിട്ട് വിളിക്കുന്നതിന് ആ നടൻ ശമ്പളം തരണം എന്ന് പറയുന്ന ന്യായം എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ബാദുഷ നമ്മുടെ മറ്റേ ക്യാരക്ടർ ഞാനേ ഹരീഷ് കണാറിനെ വിളിക്ക്,
അപ്പോൾ ഹരീഷ് കണാറിനെ വിളിക്കുന്നു, ശമ്പളം പറയുന്നു, ഫിക്സ് ചെയ്യുന്നു, വയ്ക്കുന്നു. അതിന് കഴിഞ്ഞ 5 വർഷത്തെ ശമ്പളം തരണമെന്ന് ഹരീഷ് തരണമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. എമ്മിൻ്റെ സംവിധായകൻ അയച്ച മെസ്സേജും ഹരീഷ് കണാറിൻ്റെ കയ്യിലുണ്ട്. ഹരീഷ് ഭായ്, നമ്മളത്രയും ശ്രമിച്ചിരുന്നു ഈ പടത്തിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ. ഇയാൾ പറഞ്ഞത് ഡേറ്റ് ഇല്ല ഹരീഷിന് എന്നാണ്. വീണ്ടും ചോദിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, ഒരു റെസ്പോൺസും ഇല്ല എന്നൊക്കെയാണ് സംവിധായകൻ മെസ്സേജ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഡോക്ടർ ബാദുഷ സംവിധായകനോടും നിർമ്മാതാവിനോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, അയാൾക്ക് ഡേറ്റില്ല, ഈ സമയത്ത് വരാൻ പറ്റില്ല എന്ന്. അയാൾ ഒരു പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുക. പക്ഷേ ഡേറ്റില്ല എന്നാണ് ബാദുഷ സാർ പറയുന്നത്. അല്ലെങ്കിൽ പറയും ഒരു റെസ്പോൺസും ഇല്ല കേട്ടോ, വിളിച്ചിട്ട് നമ്മൾ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ തിരിച്ച് വിളിക്കണ്ടേ, അയാൾ വിളിക്കുന്നില്ല കേട്ടോ, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് ഇവർ ആളുകളെയൊക്കെ മാറ്റുന്നത്. ഈ ഇഷ്യൂവിന് ശേഷവും ബാദുഷയും ഭാര്യയും അയച്ച മെസ്സേജും ഹരീഷ് കണാറിൻ്റെ കയ്യിലുണ്ട്. നമുക്കിത് പറഞ്ഞു തീർക്കാം. പഴയ ബാദുഷയും പഴയ ഹാരിഷുമായി മുന്നോട്ട് പോകാം എന്നൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അച്ചിമാരെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പറഞ്ഞ അച്ചിയെ മനസ്സിലാവുന്നത് ബീവിയില്ലേ ബാദുഷ, ഭാര്യ. അവരെയൊക്കെ ഈ സിനിമാ കാര്യങ്ങളിൽ എന്തിനാണ് ബാദുഷ ഇടപെടുത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അവർക്കും മോനും ഒക്കെ സങ്കടം വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്തിനാണ് നിങ്ങളെ ഭാര്യയെ കൊണ്ടൊക്കെ മെസ്സേജ് അയപ്പിക്കുന്നത്? ഞാൻ മദ്യപിക്കും, ഹരീഷ് പറയുകയാണ്. മദ്യപിച്ച് ഒരു സെറ്റിലും ചെന്നിട്ടില്ല. ഒരിക്കൽ ഒരേ ഒരു തവണ സ്റ്റേജ് ഷോയിൽ മദ്യപിച്ച് കയറിപ്പോയി. സ്റ്റേജിൽ നിന്ന് തന്നെ ഇക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞുവെന്നും ഹരീഷ് കണാരൻ പറയുന്നു. അല്ലാതെ ഞാൻ ഷൂട്ട് സെറ്റിൽ മദ്യപിച്ചുകൊണ്ട് ചെല്ലാറില്ല. ഒരു സ്റ്റേജ് ഷോയിൽ അറിയാതെ അടിച്ച് ഫിറ്റായിട്ട് ചെന്നു, അത് ഞാൻ മൈക്കിലൂടെ ഞാൻ ഫിറ്റാണെന്ന് പറയും ചെയ്തു എന്ന് പറയുന്നു. അവിടെ നാട്ടുകാർ പൊങ്കാല ഇട്ടില്ലെന്ന് ഹരീഷ് കണാരൻ പറയുന്നില്ല. ബാദുഷ പ്രൊഡക്ഷൻ കൺട്രോളറായ സിനിമയിലാണ് ഭൂരിഭാഗവും താൻ അഭിനയിച്ചതെന്നും ഹരീഷ് കണാരൻ തുറന്നു പറയുന്നു. അതാണ് ഹരീഷെ തൻ്റെ പ്രധാന പ്രശ്നം. വല്ലവനും വിളിച്ച് നിൻ്റെ ഡേറ്റ് മൊത്തം എനിക്ക് താ, നിനക്ക് നിറയെ അവസരങ്ങൾ ഒപ്പിച്ചു തരാം, നിനക്കിപ്പോൾ 1 ലക്ഷം ഒരു ദിവസം ശമ്പളമെങ്കിൽ ഞാൻ 1.5 ലക്ഷം വാങ്ങിച്ചു തരാം എന്ന് പറയുമ്പോൾ ഹരീഷ് ചാടരുതായിരുന്നു. അതിനൊക്കെ നമ്മുടെ ആ ഇന്ദ്രൻസിനെ കണ്ട് പഠിക്കണമെന്ന് ഹരീഷ് കണാറിനോട് ഞാൻ പറയും. ഇത് ചുളു പരിപാടിയായില്ലേ? 365 ദിവസം ബാദുഷേരി കൊടുത്തിട്ട് ബാദുഷ അത് വീതിച്ച് കണ്ടവന് വിറ്റ് തോന്നണ എടുത്തോട്ടെ, എനിക്കുള്ള കിട്ടുമല്ലോ. അതിന് ഇവിടെ തിരുവനന്തപുരത്തൊരു പഴമൊഴിയുണ്ട്, അത് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ പറയാൻ പറ്റില്ല. അത് അധ്വാനിക്കാതെ കാശുണ്ടാക്കാനുള്ള പണിയാണ് ഹരീഷ് കണാരനും ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ ഇന്ദ്രൻസിനെ കണ്ട് പഠിക്കണമെന്ന്. ചുമ്മാ സെറ്റിൽ ചെന്നിറങ്ങി ലക്ഷങ്ങൾ വാങ്ങി പോകുമ്പോൾ ഇതുപോലെ അടപടലം വേണ്ട മുങ്ങിപ്പോവും എന്ന് താങ്കൾ കരുതാത്തത് മോശമായി പോയി എന്ന് ഞാൻ പറയും. സ്വന്തം കാര്യം സ്വയം നോക്കാൻ സമയമില്ലെങ്കിൽ, അതിനുള്ള ബുദ്ധിയില്ലെങ്കിൽ ശമ്പളത്തിന് ഒരാളെ വയ്ക്കണം. മാസ ശമ്പളത്തിന് ഒരാളെ വയ്ക്കാമല്ലോ. ഇവിടെ എല്ലാവരും വെച്ചിട്ടില്ലേ മാനേജർമാരെ? അങ്ങനെ വയ്ക്കാമല്ലോ. അപ്പോഴും കണാരൻ ഒരു കാര്യം ഓർക്കണം, 24 മണിക്കൂർ എന്നുള്ളത് 48 മണിക്കൂറായാൽ പോലും തികയാത്ത അത്രയും തിരക്കുണ്ടായിരുന്ന ജഗദീഷ് കുമാറിനും ഒടുവിൽ ഉണ്ണികൃഷ്ണനും കുതിരവട്ടം പപ്പുവിനും സുകുമാരി ചേച്ചിക്കും കബീർ പൊന്നമ്മയ്ക്കും ഒന്നും ഒരു പ്ലഗും കൂടെ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അവരൊക്കെ 10-40 വർഷം പണിയെടുക്കാൻ അറിയാമെന്നുള്ളതുകൊണ്ട് അവർ ഭംഗിയായിട്ട് സെറ്റുകളിൽ ആരെയും പാര വയ്ക്കാതെ അവർ ജോലി ചെയ്തിരുന്നു. അവരാരും സ്വന്തം തല വേറൊരു ഡോക്ടറുടെ കഷത്ത് കൊണ്ട് വച്ചിട്ടേ ഇല്ല. ആ കാര്യം ഹരീഷ് കണാരന്മാർ ഓർക്കണം. ഡോക്ടർ ബാദുഷ നാണക്കേട് കാരണം മോൻ പഠിക്കാൻ പോകുന്നില്ല എന്ന് പരാതി പറയുന്നു. ഭയങ്കര വിഷമിച്ച് ഗ്ലിസറിനൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ കാക്കിയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കാക്കി മോന് കോളേജിൽ പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. മോന് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ലെങ്കിൽ അത് താങ്കളുടെ കയ്യിലിരിപ്പും ചിലരുടെ പ്രാക്കും കൊണ്ടാണ് എന്ന് ഇനിയെങ്കിലും ബാദുഷ മനസ്സിലാക്കുന്നത് നല്ലത്. അത് താങ്കൾ തന്നെയാണ് പരിഹരിക്കേണ്ടത്. ബാപ്പ കണ്ടവരെ പറ്റിക്കാൻ പോയാൽ അത് പരസ്യമായി പറ്റിക്കപ്പെട്ടവൻ ചാനലുകളിൽ പറയുകയും ചെയ്താൽ നല്ലൊരു കുടുംബം നമുക്കുണ്ടെങ്കിൽ അവർ നാണം കെട്ട് തല താഴ്ത്തും എന്നുള്ള ബോധം ബാദുഷയ്ക്ക് വേണമായിരുന്നു. ആ ചിന്തയാണ് ഡോക്ടർ ബാദുഷയ്ക്ക് ഇല്ലാതെ പോയത്. അതിന് മറ്റുള്ളവരെ ഹരീഷിനെ എന്നല്ല കടം വാങ്ങിയവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയും. ഇപ്പം തന്നെ
റേച്ചലിലാണ് എല്ലാം നിൽക്കുന്നത് ബാദുഷയുടെ ഭാവി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യാരക്ടർ നല്ല ക്യാരക്ടർ, പവർഫുള്ളായ ക്യാരക്ടർ എന്ന് പറയുന്നു. അത് എന്താവും ഹണി റോസ് ചെയ്തു വച്ചിരിക്കുന്നു. വലിയ താരങ്ങളൊന്നും ഇല്ലാത്ത പടമാണ്. ഈ പടം ഒന്ന് ഇറങ്ങിക്കോട്ടെ, നിങ്ങളെല്ലാവരുടെ പ്രശ്നവും ഞാൻ പരിഹരിക്കാമെന്ന് ബാദുഷ ഒരുപാട് പേർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. പടം ഓടിയില്ലെങ്കിൽ മലയാള സിനിമയിൽ നിന്ന് വാനിഷായി പോവും ഡോക്ടർ ബാദുഷ എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ മലയാള സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മലയാള സിനിമയല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ബാദുഷയുടെ സിനിമ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്കൊക്കെ ബാദുഷ പോയത്? ബാദുഷ മര്യാദയ്ക്ക് ഈ പറഞ്ഞ പോലെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും കൺട്രോളറും തേങ്ങാക്കൊല്ലിയും എല്ലാം കൂടെ ചേർത്ത് ഒരു പടം തീർത്ത് അടുത്ത പടം തീർത്ത് അടുത്ത പടം, ഇതിനിടയിൽ കഥാ ചർച്ച, മറ്റേ ചർച്ച, മറിച്ച ചർച്ചയ്ക്കൊക്കെ പോവാം. അങ്ങനെ മാന്യമായി ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴും ബാദുഷ ലൈവിൽ നിന്നേനെ. എത്ര പെട്ടെന്നാണ് ബാദുഷ നിങ്ങൾ ഔട്ടായത്. നിങ്ങളെ സിനിമാക്കാർക്ക് വെറുത്തു, അതാണ് പ്രശ്നം. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഈ ദിനേശ് എന്തിനാണ് ദിനേശ് ഏട്ടെന്ന് മുമ്പ് വിളിക്കും, ഇനി ദിനേശ് എന്ന് പറയാം. ദിനേശ് എന്തിനാണ് എന്നെ ആവശ്യമില്ലാതെ ഞാൻ ബാദുഷയെ മാത്രമല്ല ബാദുഷ, അത് ഹരീഷ് കരുണാകരനായാലും ബാദുഷ ആയാലും നിങ്ങളൊക്കെ നേരെ വാ നേരെ പോകുമെന്ന് പറഞ്ഞ് പോകണം. അങ്ങനെ പോകാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ധാർമ്മിക രോഷം ഇതിലൂടെ പറയുന്നത്. നിങ്ങൾ മര്യാദക്കാരനായിരുന്നെങ്കിൽ, മാന്യമായി സിനിമയെ സ്നേഹിച്ചിരുന്നെങ്കിൽ, ഈ ഇരിക്കുന്നതിന് മുമ്പേ കിടക്കണമെന്ന് വിചാരിക്കാതെ നിങ്ങൾക്ക് എന്താ പറയുക, യൂട്യൂബ് തുടങ്ങി അതിൽ പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്ത് 3000, 5000, 6000 ഒക്കെ വാങ്ങി വിഴുങ്ങണം. ഒരു പടം ചെയ്യുമ്പോൾ ഒരു 1000 പേരെ വിളിച്ച് കൂട്ടി, അയ്യോ പൈസ കൊടുത്ത പിള്ളേർ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. ഇയാൾ പറ്റിച്ചത് നടന്നു പോകണം. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത അതിരടി എന്ന് പറഞ്ഞ സിനിമയിൽ 1500 കുട്ടികൾ പങ്കെടുക്കുന്നു. ഭീമമായ ശമ്പളമാണ് അവർക്ക്. നല്ല കുട്ടികൾ, നല്ല സുന്ദര കുട്ടന്മാർ, സുന്ദര കുട്ടികൾ. അവർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെന്നേ തോന്നുന്നു. അങ്ങനെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് നല്ല പ്രതിഫലം കൊടുത്ത് അതിൽ അഭിനയിപ്പിക്കുന്നു. 80 ദിവസവും ഈ കുട്ടികൾ സഹകരിച്ചു. അപ്പോൾ പറ്റിച്ചിരുന്നെങ്കിൽ അവർ പോകുമായിരുന്നു, ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ സിനിമ എടുക്കുന്നവരും ഈ നാട്ടിലുണ്ട് ബാദുഷ. നിങ്ങൾ ആ വഴി പോകാതെ വളഞ്ഞ വഴിയിലൂടെ ഒരു യൂട്യൂബ് തുടങ്ങി വെച്ചിട്ട് പിള്ളേരെ മുഴുവൻ 3000, 6000, 8000 വെച്ച് വാങ്ങിക്കുക. പിന്നെ അഭിനയിക്കാൻ വരുന്നവൻ്റെ നിന്നൊക്കെ കടം വാങ്ങിക്കുക, 20 ലക്ഷം 30 ലക്ഷം ഒക്കെ വാങ്ങിച്ചിട്ട് അത് നിൻ്റെ സർവീസിന് കൂട്ടിക്കോ എന്ന് പറയുക. ഇതൊക്കെയാണ് ബാദുഷ നിങ്ങൾക്ക് പറ്റിയൊരബദ്ധം. ഇനി ആ അബദ്ധം തിരുത്തിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങൾ ഇനി ആരും വിശ്വസിക്കാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിനിമ ചെയ്ത് സത്യസന്ധമായി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ കള്ളവും പഠിച്ചു പോയില്ലേ. എന്നാലും സത്യസന്ധമായി ചെയ്ത് ഒരു സിനിമ ഭംഗിയാക്കി തിയേറ്ററിൽ എത്തിക്കുന്നവരെ കൂടെ നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടാം. തെറ്റ് തിരുത്താമല്ലോ, മനുഷ്യനല്ലേ, തെറ്റൊക്കെ പറ്റും. അതിന് ബാദുഷ തയ്യാറാണോ എന്ന് ബാദുഷ തീരുമാനിക്കട്ടെ. അതുപോലെ എനിക്ക് ഹരീഷിനോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഹരീഷേ, നിങ്ങളെപ്പറ്റി ഞാൻ കേട്ടത് സ്റ്റേജിൽ എന്താ പറയുക, അഭിനയിക്കുക, ആട്ടോ ഓടിക്കുക, അങ്ങനെയൊക്കെ ചെറിയ താഴേക്കിടയിൽ നിന്ന് വന്ന ഒരാളെന്ന് പറയുന്നു. കുറേ ലക്ഷങ്ങൾ വന്ന് കയറുമ്പോൾ വഴി തെറ്റരുത്. അപ്പോൾ ഒരുത്തനെ ചുമതല ഏൽപ്പിക്കുക, എല്ലാവരുടെ ഡേറ്റും നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ വാങ്ങരുത്, എന്നിട്ട് എനിക്ക് അതിൻ്റെ പകുതി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പോയാലും ഇതുപോലെ അനുഭവം ഉണ്ടാവുമെന്ന് ഹരീഷ് കണാരനും പഠിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.